ഏതോ ഇതിനാ എടുക്കണേ? ഞാൻ കുഴിച്ചെടുക്കാം. അത് തട്ടാൻ പാടില്ല, തട്ടിയാലേ മണ്ണ. ഞാൻ പറിച്ചെടുക്കാം. ഏതവിടെ ഏതിന് ഇപ്പോഴും ഒരു ഓസ് വേണം കയ്യിൽ. അങ്ങനെ വടി അല്ലെങ്കിൽ ഓസ്. അനങ്ങണില്ല, പാറ പോലെ ഇരിക്കുക. ഞാൻ പറിച്ചെടുക്കട്ടെ? അങ്ങനെ വരില്ലാന്നേ. ഇത് അപ്പുറത്ത് വല്ല അളാങ്ക് ഉണ്ടോ നോക്കി. അളാങ്ക് അളാങ്കിന് നിങ്ങളോട് എന്താ പറയുക? അളാങ്കിന് എന്താ പറയുക നിങ്ങളോടെ? ഈ സാധനം കൊണ്ട് നേരം വെളുത്താലും നടക്കില്ലേ? ആ കൈ കൊണ്ട് പറിച്ചെടുക്കട്ടെ. എൻ്റെ കഴുത്തു അതിന് മാറി കേട്ടോ. എന്തൊക്കെയാ മുകളിൽ നിന്ന് വീഴണം? നമുക്കൊരു കാടിൻ്റെ ഇടയിലാണല്ലേ കാട്. അതിൽ തള്ളി തുറന്നിട്ടൊന്ന് കയറുമോ? എൻ്റെ ഫോണൊക്കെ മറ്റേ ഡൈലോട്ട് വരണം. കർഷകനല്ലേ മേഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. എൻ്റെ ഹലോ, ഞങ്ങളപ്പോൾ ഇതേ നിധി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് കാച്ചിൽ കിട്ടിയതായിരുന്നു. അപ്പോൾ അത് ഒരു വർഷത്തിൽ കൂടുതലായി. ഞാനത് ഒരല്പം കൊണ്ടുവന്ന് കുഴിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതെല്ലാം ഇങ്ങനെ തൊഴിഞ്ഞു പോയി തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞാനൊന്ന് കുഴിച്ച് നോക്കിയപ്പോഴാണ് അതിങ്ങനെ പാറ പോലെ ഉറച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൃഷി അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ട് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് കുറച്ചല്പം വലുതായിരുന്നു, ഒരു പാറ പോലെ ഇങ്ങനെ ഉറച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ എൻ്റെ അടുത്ത് എളാങ്കെന്നോ അങ്ങനെ എന്തോ പോയി അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടു, അല്ലാതെ ഈ ചെറിയ സാധനം വെച്ചിട്ട് ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് വാങ്ങിച്ചിട്ട് അടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? കൈയടിച്ച് ജോജു കൈയടിക്ക്. അങ്ങനെ കവർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അത് നിലത്തിട്ട് കൈയടിക്ക്. ഇങ്ങനെ പൊക്കി പിടിക്ക്. കൈയടിച്ചേ, കൈയടിക്ക്. ചക്കന് ദിവസം പിടിച്ചിക്കണേ കണ്ടാ, കുട്ടി കർഷകന്മാരാണ്. ഒരാഴ്ചത്തേക്കുള്ള ഫുഡായി മതിയില്ലേ? അങ്ങനെ ഞങ്ങൾ കാച്ചിൽ പുറത്തെടുത്തു. ഭയങ്കര സന്തോഷമായി. ഇത്രയും വലുതൊന്നും കിട്ടുമെന്ന് വിചാരിച്ചല്ല. ഇതിൻ്റെ മേളിൽ വേറൊരു കുറച്ച് വലിപ്പത്തിലുള്ള വേറൊരെണ്ണോടെ ഉണ്ടായിരുന്നു. അത് ആദ്യം തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു പട്ടി ഷോ പോലെ ഒന്ന് വീഡിയോസിലൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് തന്നെ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കാച്ചിലും പിടിച്ച് നിൽക്കണ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു കവർ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അധികം വലിപ്പം വയ്ക്കാത്തത്. അപ്പോൾ അത് ആൾ ഇങ്ങനെ മല ചുമന്ന് നിൽക്കും പോലെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത്
അപ്പോൾ അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഇതാവുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ പുറകിന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫോട്ടോയിൽ കൂടെ കാണുമ്പോൾ. അപ്പോൾ ഈ കാച്ചിൽ കട്ട് ചെയ്യാണ് നമ്മൾ. ഇത് അത്ര മൂർച്ചയുള്ള കത്തിയല്ലാത്ത കാരണം കുറച്ച് പാടാണ്. അതേ കട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് ഈ 2 പീസും തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊടുത്തു. കാരണം നമുക്കാണ് അത്ര സ്ഥലമൊന്നും ഇല്ലാത്ത, അവർ വാടകക്കാരും നമ്മൾ 3 സെൻറ്റ് സ്ഥലമുള്ളൂ, ബാക്കി എല്ലാവർക്കും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ അങ്ങനെ കൊടുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്നതിനെ കുറച്ചെടുത്ത് ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചു. ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ കറിയോ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് മാറ്റി വെച്ച് അങ്ങനെ പുഴുങ്ങിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുളക് ചമ്മന്തിയും കൂടെയൊക്കെ റെഡിയാക്കി, കുറച്ച് എണ്ണയും കൂടെയൊക്കെ ഒഴിച്ച് അതുമൊക്കെ റെഡിയാക്കി എടുത്തു. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ടുള്ള, അപ്പോൾ ഞങ്ങളത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വേണ്ട കൊച്ചിന് ഇഷ്ടായാ? പാപ്പ ഇഷ്ടായാ? കൊടുക്കാൻ ഇരുവയ്ക്കണ്ട, നല്ല രീതിയും നീ അതിൽ മുക്കണ്ടാണ്